ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ രീതിയിലേക്ക് സ്വാഗതം. സ്വാഗതം പറ. ഇടി ഔട്ടി, നിനക്ക് ഭയങ്കര ഫാൻസ് ഉണ്ടടി. നാഗതി കാണിക്കാതെ നിന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പാപ്പം കഴിക്കട്ടെ. എന്താല്ലേ അപ്പം ഞാൻ ഔട്ടി മാത്രമേ ഉള്ളൂ ഇന്നിവിടെ. അച്ഛൻ സ്ഥലം വരെ പോയേക്കുവാണ്. വേറെ ഒരു മരിച്ചടക്കിന് പോയേക്കുവാണ് കേട്ടോ. അച്ഛൻ എനിക്കറിയാവുന്ന ആളല്ല, ബട്ട് അച്ഛക്ക് അറിയാവുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ പോയേക്കുവാണ്. ഭയങ്കര കാറ്റും മഴയൊക്കെ ആയിരുന്നു. രാത്രിയിലൊക്കെ 2-3 ദിവസമായിട്ട് ഭയങ്കര മഴയാണ് കേട്ടോ. അറിയാലോ, ഇടുക്കിയിലൊക്കെ മൊത്തം ഉരുൾപൊട്ടലും മരം വീഴ്ചയും അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിട്ട് നമുക്ക് വെളിയിൽ, ഇടുക്കിയിലെന്നല്ല ഒട്ടുമിക്ക ജില്ലകളിലും അങ്ങനെയാണ്. പക്ഷേ ഇടുക്കി ഇച്ചിരി മലയോര മേഖല ആയതുകൊണ്ട് മണ്ണിടിയാനൊക്കെ സാധ്യത കൂടുതലായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടോ. നമ്മൾ താമസിക്കുന്ന നാട്ടിലെ കാര്യങ്ങൾ നമുക്ക് കൂടുതലായിട്ട് അറിയാമല്ലോ. അപ്പോൾ അതൊക്കെ ആയിട്ട് എല്ലാം ഭയങ്കര പ്രശ്നമായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അന്നേരം അച്ഛയുടെ പരിചയത്തിലുള്ളവരാണ്. ഓ മൈ ഗോഡ്. അപ്പോൾ പറഞ്ഞതിൻ്റെ ഇന്നിടയിൽ ചെറിയൊരു ആക്സിഡൻറ്റ് സംഭവിച്ചു. അപ്പം അതിന് പോയേക്കാണ് കേട്ടോ. അച്ഛ ഒരു ചെറിയ പയ്യനാണ്, അതായത് 22 വയസ്സോ അങ്ങോട്ട് മാത്രം പ്രായമുള്ളൂ. ബൈക്ക് ആക്സിഡൻറ്റിലാണ് പോയത്. അപ്പം ഇത് മരിച്ചടക്കിന് പോയേക്കുവാണ് കേട്ടോ. അപ്പം ഇവിടെ ഞാനും ആൺകുട്ടിയും മാത്രമേ ഉള്ളൂ. ഫുള്ളലമ്പാണ് കേട്ടോ. ഒരുമാതിരി ഈ ഒരു പ്രായം എന്ന് പറഞ്ഞാൽ ഒരുമാതിരി വൃത്തികെട്ട പ്രായമാണ്. വെറുതെ അങ്ങോട്ട് അലമ്പുണ്ടാക്കും അല്ലേടി ആവട്ടെ. വെറുതെ അങ്ങോട്ട് അലമ്പുണ്ടാക്കിയൊക്കെ എന്നത്തിനാ അലമ്പോ ചില സമയം. ഇന്നലെ രാത്രിയിലൊന്നും ഉറങ്ങിയിട്ടേ ഇല്ല കേട്ടോ. എന്നെ കാര്യം അറിയത്തില്ല, ചുമ്മാ എണീറ്റ് കുത്തിയിരുന്ന് മുങ്ങിക്കൊണ്ടിരിക്കുമായിരുന്നു അല്ലേ. അപ്പം ഒച്ച ഉണ്ടാക്കാതെ കഴിഞ്ഞോ? അല്ല എന്നാ ഒരു ഹലോ കൊടുത്തേ. ഹലോ. ചെറിയ ചെറിയ കുരുത്തക്കേടുകളാണ് ഇടയ്ക്കിടയ്ക്കുള്ളത്. ഞങ്ങളുണ്ടായാലും മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങളെ കുറച്ച് കുസൃതികളും നമ്മൾ അവരുടെ പ്രായത്തിലേക്ക് വരാണല്ലോ, അതാണ് അതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം. പിന്നെ ഞാൻ 2 വീഡിയോ അടുപ്പിച്ച്, അതായത് കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അതൊരു 2 വീഡിയോ അടുപ്പിച്ച് ഞാൻ എൻ്റെ ഹോസ്പിറ്റലിൽ പരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒരു വീഡിയോ കംപ്ലീറ്റ്ലി ഞാൻ എൻ്റെ കംപ്ലീറ്റ്ലി ഞാൻ ഹോസ്പിറ്റലിൽ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്, എൻ്റെ ഹെൽത്ത് കണ്ടീഷനാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ടുള്ളൊരു വീഡിയോയിൽ ഞാൻ എൻ്റെ ലാസ്റ്റ് ഭാഗത്ത് ചെറുതായിട്ടൊന്ന് മെൻഷൻ ചെയ്തു. എനിക്ക് തീരെ വയ്യാതെ ഞാൻ കിടക്കായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര തലവേദന, അതായത് മോർണിംഗ് തുടങ്ങിയ തലവേദന നെക്സ്റ്റ് ഡേ ആയിട്ടും എനിക്ക് മാറുന്നില്ലായിരുന്നു. കണ്ടിന്യൂസ് ഞാൻ വേദനയ്ക്കുള്ള ടാബ്ലറ്റ് ഒക്കെ കഴിച്ചൊന്നും കുറയുന്നില്ല. അപ്പോൾ ആ ഒരു കണ്ടീഷനൊക്കെ പറഞ്ഞിട്ടാണ് നെക്സ്റ്റ് ഡേയിൽ വീഡിയോ, അതിൻ്റെ ഒരു അവസാന പാട്ടിലൊരു ശകലം ഞാനത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നെ ഞെട്ടിച്ച ഒരു കാര്യം അതല്ല, അതിൻ്റെ അകത്ത് വന്ന ഒരേ ഒരു കമൻറ്റ്. അത് പേര് ഞാൻ സൈഡിൽ കൊടുക്കാം കേട്ടോ. ആ കമൻറ്റ് ഞാൻ സൈഡിൽ കൊടുക്കാം. പേര് ഞാൻ മറന്നുപോയി. ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തു. ആ സെക്കൻഡ് തന്നെ ഞാൻ ആ കമൻറ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു. പക്ഷേ ഇന്നിപ്പോൾ നോക്കുമ്പോൾ ആ കമൻറ്റ് കാണാനില്ല. ഞാൻ അതിന് റിപ്ലൈയും കൊടുത്തു. മോശമായിട്ടൊന്നുമല്ല, വളരെ നല്ല രീതിക്ക് തന്നെ റിപ്ലൈ കൊടുത്തത്. വേറെ നല്ലായിരുന്നു കമൻറ്റ്. അടുത്ത രേണുസുതി എന്ന് പറഞ്ഞത്, അടുത്ത രേണുസുതിയാണ് ഞാനെന്നാണ് പറഞ്ഞത്. അപ്പം എന്തിന് അങ്ങനെ ഒരു കമ്പാരിസൺ നടത്തി എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. കാരണം ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് ഒരു വീഡിയോ, കറക്റ്റ് പറഞ്ഞാൽ ഒറ്റ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാനൊരു 50 ഹോസ്പിറ്റലുകളിൽ ഒരു വർഷമായിട്ട് പോകുന്നുണ്ട്. 50 ഹോസ്പിറ്റലുകളെങ്കിലും മാറി എനിക്ക് ഒരു വർഷത്തിനിടെ പോയിട്ടുണ്ട്. കണക്കിൽ കൂടുതൽ, അതായത് കണക്ക് പറയാൻ പറ്റാത്ത അത്രയും തരത്തിലുള്ള മെഡിസിൻ എടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ചെയ്ത വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരെണ്ണമാണ്. നേരത്തെ ചെയ്തിട്ടുണ്ടില്ലെന്നല്ല, ഞാനൊരു വീഡിയോ ചെയ്തു, അതിന് വന്ന കമൻറ്റാണ് അടുത്ത രേണുസുതി എന്ന് പറഞ്ഞിട്ട്. ഞാൻ പറയട്ടെ, ഓരോരുത്തർക്കും ഓരോ ഹെൽത്ത് കണ്ടീഷനുണ്ടല്ലേ. അവരവരുടെ വേദനകൾ അല്ലെങ്കിൽ അവരവരുടെ ബുദ്ധിമുട്ട് അവർക്ക് മാത്രമേ എടുത്തുള്ളൂ. നമുക്കൊരു ആർക്കും വരാതിരിക്കട്ടെ എന്ന് പറയാണ്ട്, നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ, നമുക്കൊരു രോഗം വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് റിക്കവറായി വരിക എന്ന് പറഞ്ഞാൽ നമുക്കൊരു വരുന്ന പോലെ ഈസി ആയിട്ട് നമുക്ക് ആ രോഗത്തിൽ നിന്ന് നമ്മൾ റിക്കവറായി വരത്തില്ല. അത്രയും ബുദ്ധിമുട്ടാണ് അത് ഒന്ന് മാറ്റിയെടുത്ത് നമുക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലൂടെ കടന്നു പോകുന്ന ഒരാൾക്ക് മാത്രമേ അതറിയത്തുള്ളൂ. അപ്പം നിങ്ങൾ കമ്പയർ ചെയ്ത് അവരാണെങ്കിലും വലിയൊരു അസുഖത്തിൽ കൂടി കടന്നു പോകുന്ന ആളല്ലേ. അപ്പം
അവർ വീഡിയോ ചെയ്യുന്നു, അവരവരുടെ കാര്യം നോക്കി ജീവിക്കുന്നു, ഞാൻ എൻ്റെ കാര്യം നോക്കി ജീവിക്കുന്നു. ഒരാൾക്കും ഒരു രീതിയിലും ബുദ്ധിമുട്ടുണ്ടാക്കാനായിട്ട് ഇതുവരെയും വന്നിട്ടില്ല, ഇനി വരാനോട്ട് ആഗ്രഹിക്കുന്നുമില്ല. അങ്ങനെ ഒരു ഇടവരുത്തരുതേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തിന് അങ്ങനെ ഒരു കമ്പാരിസൺ നടത്തിയെന്ന് എനിക്കറിയത്തില്ല. കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അത്ഭുതമൊക്കെ തോന്നി. സെലിബ്രിറ്റികളൊക്കെ ആയിട്ടാണല്ലോ നമ്മളെ കമ്പയർ ചെയ്യുന്നതെന്നൊക്കെ വിചാരിച്ചപ്പോൾ ഒരു അത്ഭുതമൊക്കെ തോന്നി. ഒന്നല്ലാത്ത എന്നെ ഒരു സെലിബ്രിറ്റി ആയിട്ട് കമ്പയർ ചെയ്തപ്പോൾ ശരി എനിക്കൊരു സന്തോഷമൊക്കെ തോന്നി. പക്ഷേ അത് എന്തിന് അതറിയില്ല. അവരവരുടെ ഓരോരുത്തർക്കും ഓരോ വ്യക്തിത്വം ഉണ്ടല്ലേ. അവരല്ല ഞാനല്ല അവർ. അപ്പം രണ്ടുപേരും എക്സ്ട്രീം ലെവലിൽ, അതായത് എക്സ്ട്രീം ഓപ്പോസിറ്റാണ് രണ്ട് കൂട്ടരും. അപ്പം അങ്ങനെ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പം വീഡിയോ ചെയ്യുന്ന എന്താണ്, എല്ലാവർക്കും അതിനകത്തുനിന്ന് ഓരോ വരുമാന മാർഗ്ഗമുണ്ട്. ഞാൻ ഈ 50 ഹോസ്പിറ്റലുകളിൽ 1 വർഷമായിട്ട് പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് എല്ലാം വീഡിയോ ആയിട്ട് ചെയ്യത്തില്ലേ? ഞാൻ ചെയ്തിട്ടില്ലല്ലോ. ഞാൻ ആകെപ്പാടെ ഇപ്പോൾ ഈ ഒരു ചെയ്യുന്ന വീഡിയോ പോലും ഞാൻ ഇടണം എന്നൊട്ടും ആഗ്രഹിച്ചല്ല. ഈ ഒരു നമുക്ക് അടുത്ത ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കിനി MRIയും എന്താണ് എന്തോ ഒരു സംഭവം കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് ടെസ്റ്റുകളുണ്ട്, ഞാനത് മറന്നുപോയി. അപ്പോൾ അങ്ങനെ കുറച്ച് ടെസ്റ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് പോകുമ്പോൾ ഞാൻ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ച് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അല്ലാണ്ട് ഇത് സംബന്ധിച്ചൊരു വീഡിയോ ചെയ്യാനായിട്ട് ഞാൻ ഒട്ടും ആഗ്രഹിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ആ കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് തോന്നി പറയണമെന്ന്. കാരണം ഓരോരുത്തർക്കും അത് വന്നു കഴിയുമ്പോഴേ അറിയത്തുള്ളൂ. ഒരു വയ്യാഴിക വന്നു കഴിയുമ്പം അറിയത്തുള്ളൂ. അതല്ലെങ്കിൽ അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയത്തുള്ളൂ കേട്ടോ. ഇപ്പോഴും ഞാൻ പറയണം, ഞാൻ ആ വന്ന കമൻറ്റിന് ഇത് തന്നെയാണ് റിപ്ലൈ കൊടുത്തത്. ഫേസ് ചെയ്യുന്നവർക്ക് മാത്രമേ ഈ ഒരു സിറ്റുവേഷൻ പറഞ്ഞാൽ മനസ്സിലാവത്തുള്ളൂ. ആർക്കും വരാതിരിക്കട്ടെ, ശത്രുവിന് പോലും വരാതിരിക്കട്ടെ. വന്നു കഴിഞ്ഞാൽ ഇതത്ര സുഖമുള്ള കാര്യമല്ല. അതാണ് ഞാൻ ആ വന്ന കമൻറ്റിനും അത് തന്നെയാണ് റിപ്ലൈയും കൊടുത്തത് കേട്ടോ. റിപ്ലൈ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കമൻറ്റ് ഞാൻ എന്തായാലും സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്. ശത്രുവിന് പോലും വരാതിരിക്കട്ടെ എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ നിന്ന് പുറത്ത് വരണമെങ്കിൽ നമ്മൾ വിചാരിച്ചാൽ അത് പറ്റില്ല. ചില സമയം നമ്മൾ ഭയങ്കര ബോൾഡാണ്, നമുക്ക് ഭയങ്കര ചുറ്റിനും നമുക്ക് ഒത്തിരി സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ചില സമയം വരുമ്പോൾ നമ്മളൊന്ന് വീണ് പോകുന്നൊരവസ്ഥയുണ്ട്. അപ്പം അങ്ങനെ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നൊരു ഓഫായിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഇരുന്ന് ഈ വീഡിയോ ചെയ്യുന്നത് പകൽ സമയത്ത്. അല്ലെങ്കിൽ ഞാൻ രാത്രിയിലാണ് കൂടുതലും വീഡിയോസ് ചെയ്യാറുള്ളൂ. ഇങ്ങനെ ഇരുന്നുള്ള സംസാരമൊക്കെ രാത്രിയിലുള്ളൂ. മറ്റേ ഞാൻ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുമ്പോൾ അതൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്ത് പോകുന്നതല്ലാതെ ഞാൻ ഇങ്ങനെ ഇരുന്ന് അങ്ങനെ സംസാരിക്കുന്നത് എനിക്ക് ഫ്രീ ആയിട്ടുള്ള സമയത്ത്. എന്നോട് കുഞ്ഞ് കാണിക്കുന്നേ. അപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഇടയിൽ ഞാൻ ആ കമൻറ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ ഞാൻ അതൊന്നും പറയുന്നില്ല, എന്തെങ്കിലും ആവട്ടെ. അത് സംസാരിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ഊട്ടി മറ്റേ മാതള നാരങ്ങ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ മൊത്തം പൊട്ടിച്ച് ഇട്ട് കൊടുത്തേക്കുമായിരുന്നു. തീരാറായായിരുന്നു, ശകലം കൂടെ ഉണ്ടായിരുന്നു. അത് കഴിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഇടയിൽ ഇവള് എന്നോട് പറഞ്ഞു, അപ്പാപ്പ എന്നെ കഴിക്കാൻ കൊടുക്കുന്ന എന്ത് സാധനം അവൾക്ക് അപ്പാപ്പ മൂക്കിലിട്ടു എന്ന് പറഞ്ഞിട്ടോ. അപ്പം ഇവിടെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിപ്പുണ്ട്, ഇവളിങ്ങനെ തള്ളിക്കൊണ്ടിരിക്കും അകത്തോട്ട്. പേടിച്ചു പോയി ഞാൻ പെട്ടെന്ന് അപ്പുറത്തെ മൂക്ക് അടച്ചു പിടിച്ചിട്ട് വായിക്കൂടി ഊതി. പിന്നെ ഒരു മൂക്ക് അടച്ചു പിടിച്ചിട്ട് ഞാൻ മറ്റേ മുക്കിൽ കൂടെ അടച്ചു പിടിച്ചിട്ടുണ്ട്. മറ്റേ മുക്കിൽ കൂടെ ഇങ്ങനെ തുണി ചെറുതായിട്ട് കയറ്റിയൊക്കെ നോക്കി. പക്ഷെ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ പേടിച്ചു പോയി. ഞാൻ അച്ഛനെ വിളിച്ച് വരാറായി. ഒത്തിരി ദൂരമൊന്നും അല്ല കേട്ടോ അച്ഛൻ പോയത്. ഇടയിൽ അച്ഛൻ വിളിച്ചു. അപ്പം അങ്ങനെ ഇപ്പം ഞാനിങ്ങനെ ആശ്വാസത്തോടെ ഇരുന്ന് പറയുന്നുണ്ടെങ്കിലും ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കേട്ടോ. അവൾ പറഞ്ഞു ഇങ്ങനെ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞെങ്കിൽ എനിക്ക് നോക്കിയിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല. ഞാൻ ഒത്തിരി ശ്രമിച്ചിട്ടും സംഭവം വെളിയിലോട്ട് വരുന്നില്ല. അപ്പോൾ ഞാൻ ഓർത്തുന്ന ഹോസ്പിറ്റലിൽ കൊണ്ടുപോയേക്കാന്ന് ഓർത്തോണ്ട് ഞാൻ ഇട്ടിരുന്ന ഡ്രസ്സ് എടുത്തുകൊണ്ട് ഞാൻ ഇറങ്ങി കേട്ടോ. ഞാൻ ആ സ്വെറ്റർ ഇട്ടുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ഇറങ്ങിയപ്പോഴത്തേക്ക് ഇവിടെ പതുക്കെ എന്താ പറയുക നല്ല രീതിക്ക് ചിരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ചുമ്മാ പറഞ്ഞതായിരിക്കും, ഞാൻ കുഴപ്പമില്ലായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയാണ് ഇതുവരെ. അവൾ ആക്റ്റീവാണ്, കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ ഒരു 3-4 ദിവസം മുന്നേ എൻ്റെ തലയിലിടുന്നൊരു കാന്താരിമുളക് എൻ്റെ തലയിലിടുന്നൊരു ബുഷ്, അതിലിങ്ങനെ ഈ മാലയുടെ മുത്ത് പോലത്തെ ചെറിയ ചെറിയ മുത്തുകളുണ്ടായിരുന്നു കേട്ടോ. അത് ആ കട്ടിലല്ലേ ഇങ്ങനെ എടുക്കുമായിരുന്നു. ഇവിടെ അതിങ്ങനെ എടുത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ കണ്ടു നമ്മൾ. അന്നേരം ഒരു ഷോർട്ട് വീഡിയോ എന്തോ എടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ ഇവളത് കടിച്ച് മുറിച്ചിട്ട് അതിൻ്റെ മുത്തെടുത്ത് മൂക്കി കയറ്റി. ഇങ്ങനെ തള്ളുന്ന കണ്ടപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്തോ മൂക്കി വെച്ചിട്ടുണ്ടല്ലോ എന്ന്. അതാണ് ആദ്യത്തെ ഒരു ഇൻസിഡൻറ്റ് കേട്ടോ. അപ്പോഴേക്ക് നോക്കുമ്പോൾ ഈ മുത്ത് ഇവിടുന്ന് അതിന് വലിപ്പം കൂടുതലുണ്ടായിരിക്കും. അതിന് ഉള്ളിലോട്ട് പോകാൻ പറ്റുന്നില്ല, അത് സ്റ്റക്കായിട്ടിരിക്കുക. നമുക്ക് കാണാമായിരുന്നു മൂക്കി കൂടെ നോക്കുമ്പോൾ.
അതിന് ഒരു ദിവസം മുന്നേ, അതിൻ്റെ തലേദിവസമാണെന്ന് തോന്നുന്നു, ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു. ഒരു ചുമ്മാ വീഡിയോ കയറി വന്നാണ് കേട്ടോ, യൂട്യൂബിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ ഒരു വീഡിയോ കണ്ടാണ്, ഒരു ഡോക്ടറുടെ വീഡിയോ. എന്നാ ഇതുപോലെ മൂക്കിൽ പിള്ളേരെന്തെങ്കിലും ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പാനിക്കാൻ പാടില്ല, വീണ്ടും അത് നമ്മൾ കൈകൊണ്ട് തള്ളി എടുക്കാൻ ശ്രമിക്കാനേ പാടില്ല. ശ്രമിക്കും തോറും ഇത് ഉള്ളിലോട്ട് കയറി പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് ഭയങ്കര ഡേഞ്ചറാണ്. അപ്പം നമ്മൾ ഒന്നെങ്കിൽ അപ്പുറത്തെ മൂക്കിൽ കൂടെ ഒരു തുണി എന്തെങ്കിലും കുത്തി കയറ്റുക, അപ്പോൾ തുമ്മും, അല്ലെങ്കിൽ ഈ ചീറ്റുമ്പം ഈ സംഭവം തെറിച്ച് പോരും. ഇതല്ലെങ്കിൽ മറ്റേ മൂക്ക് അടച്ചു പിടിച്ചിട്ട് വായിക്കൂടെ ഊതുക. ഇത് ഞാൻ കേട്ട കാര്യങ്ങളാണ് കേട്ടോ, ഞാൻ ചെയ്തതുമാണ് അന്നേരം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഈ സംഭവം തുമ്മുമ്പോഴും എന്തെങ്കിലും ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് സൺ തിരിച്ച് വരും. ഇനി ഇതൊന്നും ചെയ്തിട്ടും വന്നില്ല എന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാന്നുള്ളതാണ്. ഞാൻ ആ ഒരു കറക്റ്റ് തലേദിവസമാണ് ആ ഒരു വീഡിയോ കാണുന്നത്. അപ്പോഴത്തേക്കും പെട്ടെന്ന് ഞാൻ ഒരു തുണിയെടുത്ത് അപ്പുറത്തെ മുക്കിൽ കൂടെ കയറ്റിയപ്പോഴത്തേക്ക് ഇവിടെ ചീറ്റി ഈ മുത്തിങ്ങ് ചാടിപ്പോകുന്നു കേട്ടോ. പക്ഷെ ഇന്ന് ഇതൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അച്ഛൻ പെട്ടെന്ന് പാനിക്കായി, എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അത് പോയി മുത്തിരിക്കുന്ന നമുക്ക് കാണാമല്ലോ, പെട്ടെന്ന് ഇതായിപ്പോയി, പേടിച്ചു പോയി കേട്ടോ. അത് ഞാൻ പറഞ്ഞു, അച്ഛൻ പേടിക്കണ്ട, നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി, അപ്പുറത്തെ മുക്കിൽ കൂടെ ഒരു ഇത് കയറ്റിയിട്ട് അന്നത്തേക്ക് അവൾ ചീറ്റുമ്പോൾ ഈ സാധനങ്ങൾ പോരുമെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്തപ്പോഴത്തേക്കും ഭാഗ്യത്തിന് ഈ സാധനം തിരിച്ചു പോകുന്നു കേട്ടോ. ഇപ്പോഴും ആശാത്തി അതുപോലെ തന്നെയാണ് ഏകദേശം ചെയ്തത്. ഇപ്പം എന്നെ പറ്റിച്ചതാവാനാണ് സാധ്യത. ഞാൻ നോക്കിയിട്ട് എനിക്കൊന്നും കാണാനില്ല, ഞാൻ ആളാക്കി ഇവിടെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എനിക്ക് വന്ന കമൻറ്റിൽ നിന്നൊക്കെ വ്യതിചലിച്ച് പോയി കേട്ടോ. ഒന്നും ഞാൻ പറയുന്നില്ല, കാരണം ഞാനിപ്പം ഫോണിൽ ഇങ്ങനെ ഒരു വീഡിയോ കണ്ട്, ഇങ്ങനെ ഓരോരുത്തരിങ്ങനെ ഭയങ്കരമായിട്ട് സഫർ ചെയ്യുന്നത്. പിന്നെ മഴ കാരണം വീടിൻ്റെ 2 നിലയുള്ള വീടിൻ്റെ 1 നില മുഴുവനും വെള്ളത്തിനടിയിലായി പോയ ഒരു സിറ്റുവേഷനൊക്കെ കണ്ടു. അപ്പം അതൊക്കെ കണ്ടപ്പോൾ ആ ഒരു വീഡിയോ കണ്ട്, ഒരു ചേട്ടനാണ് ആ വീഡിയോ ഇട്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരൻ ആ വീഡിയോ എടുത്തുകൊണ്ട് നിന്ന് കരയാണ്. ആ അവസ്ഥ കാണുന്ന ആരായാലും കരഞ്ഞു പോകും കേട്ടോ. വീട് കംപ്ലീറ്റ് വെള്ളത്തിൽ മുങ്ങി നിൽക്കുക എന്ന് പറയുമ്പോൾ അതുപോലത്തെ സാഹചര്യമാണ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതുപോലത്തെ കമൻറ്റുകൾക്കൊന്നും ഞാനൊന്നും പറയുന്നില്ല. ഞാൻ കുറച്ച്, അത് ഞാൻ പറഞ്ഞത് ആരുമായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യമാണ്. ആർക്കും ഒന്നും വരാതിരിക്കട്ടെ, എല്ലാവരും സേഫായിട്ടിരിക്കട്ടെ. രാവിലെ ഞാൻ ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ടു. ഇടുക്കിയിൽ നമ്മുടെ ഇവിടെ ഭയങ്കരമായിട്ട് ടൂറിസ്റ്റുകൾ ഒരുപാട് വരുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നം, ഈ ഒരു മണ്ണിടിച്ചിൽ ഉരുളുപൊട്ടലൊക്കെ നിൽക്കുന്ന സമയത്തും ആൾക്കാർ കയറി വീണ്ടും ഈ കാണാനായിട്ട് വരുന്നുണ്ട്. എന്ത് കാണാനാണെന്ന് എനിക്കറിയാൻ പാടില്ല കേട്ടോ. നമ്മുടെ ജീവനേക്കാൾ വലുതാണോ നമുക്ക് കാണാനുള്ളത്? എന്തൊരവസ്ഥയാണ്. അപ്പോൾ ഇത്രയും ഈ പ്രശ്നങ്ങൾ നടക്കുമ്പം വീണ്ടും വിനോദസഞ്ചാരത്തിനായിട്ട് ഇങ്ങനത്തെ മേഖലകൾ തിരഞ്ഞെടുക്കുന്നാലും നമ്മൾ സത്യം പറഞ്ഞാൽ ഒരു നിവൃത്തി ഇല്ലെങ്കിൽ മാത്രം വീടിന് വെളിയിൽ ഇറങ്ങാന്നുള്ളതാണ്. ജോലിക്ക് പോകുന്നവരെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റത്തില്ല, പോകാതിരിക്കാൻ പറ്റത്തില്ല. വെറുതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പോയിട്ട് സമയം കളഞ്ഞാലേ നമ്മുടെ ജീവിതം ഡേഞ്ചർ സോണിൽ നിൽക്കുന്ന ഒരു സംഭവം. അപ്പോൾ അത് മാക്സിമം ഒഴിവാക്കാനൊക്കെ പറഞ്ഞ് എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ നമ്മളെ കൊണ്ട് പറ്റുകയെന്ന് പറയുന്നത് ഒരു പോസ്റ്റ് ഇടുക, അല്ലെങ്കിൽ ഒരു വീഡിയോ, ആരും വരരുത് ഇടുക്കിയിലോട്ട് എന്നാണ് ഞാൻ പോസ്റ്റ് ഇട്ടത്. ഇടുക്കിയിലോട്ടെന്നല്ല, പത്തനംതിട്ട പോലെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഭയങ്കര മോശമായിട്ടുള്ള അവസ്ഥയിൽ കൂടിയാണ് പോകുന്നത്. അപ്പം നമ്മളൊക്കെ സത്യം പറഞ്ഞാൽ സ്വർഗത്തിലാണ് ജീവിക്കുന്നത്. സ്വർഗം ഒത്തിരിയും അങ്ങനെ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ഇന്നലെ രാത്രി ഒരു 1:30 ആയപ്പം ഒരു സൈറൻ അടിച്ചു ഫോണിൽ കേട്ടോ. അത് നമ്മൾക്ക് അങ്ങനെ മുന്നറിയിപ്പൊന്നും ഞാൻ എവിടെയും കണ്ടില്ല, ഇങ്ങനെ ഒരു സൈറൻ വരും, ഇന്ന സമയത്ത് വരും എന്നൊക്കെ പറഞ്ഞിട്ട്. കാര്യം രാത്രി ഭയങ്കര പ്രളയം ഉണ്ടാകും എന്നിങ്ങനെ കണ്ടായിരുന്നു. പക്ഷേ സൈറൻ്റെ കാര്യമൊന്നും ഞാൻ എവിടെയും കണ്ടില്ലായിരുന്നു കേട്ടോ. പെട്ടെന്ന് സൈറൻ അടിച്ചു, ഞാൻ പേടിച്ചു പോയി. അപ്പോൾ അച്ഛയുടെ ഫോണിലാണ് അടിച്ചത്. അപ്പോൾ ഓടി ഒന്ന് അത് നോക്കിയിട്ട് പെട്ടെന്ന് എവിടെയോ പിടിച്ച് എന്തൊക്കെയോ ചെയ്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു, അച്ഛാ എന്തോ പ്രളയത്തിൻ്റെ എന്തോ സംഭവമാണെന്ന് തോന്നുന്നു. അച്ഛൻ പറഞ്ഞു എൻ്റെ കാലെങ്ങനെ തട്ടി എമർജൻസി കോൾ അങ്ങനെ എന്തെങ്കിലും പോയതായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു അതല്ല ചാച്ചാ, എന്തോ പ്രളയത്തിൻ്റെ ഒരു ഇതായിട്ടാണ് ആ സൈറൻ വന്നതെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. പിന്നെ രാവിലെ എഴുന്നേറ്റപ്പം ഫോണിൽ ഒരുപാട് പേരിങ്ങനെ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റുകളും മെസ്സേജുകളൊക്കെ കണ്ടായിരുന്നു കേട്ടോ. അപ്പം അത്രത്തോളം ഒരു മോശം അവസ്ഥയിൽ കൂടിയാണ് നിൽക്കുന്നത്. എല്ലാവരും സേഫായിട്ട് ഇരിക്കാമെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. നമ്മളെപ്പോലെ വീഡിയോ ചെയ്യുന്നവരെയും ഒരുപാട് പേരുടെ വീടുകളിലൊക്കെ വെള്ളം കയറി അവരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു കേട്ടോ. മൃഗങ്ങളൊക്കെ പോയി, അങ്ങനെ ഒത്തിരി വളരെ മോശം അവസ്ഥയിൽ കൂടെ ഓരോരുത്തർ കടന്നു പോകും. അപ്പം എന്താ പറയുക, അറിയാനില്ല. ഇന്നിപ്പോൾ ശകലം ഒരു തെളിച്ചമുണ്ട്, തെളിച്ചം നല്ല ചൂടൊക്കെ തോന്നുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു 2-3 തുണിയൊക്കെ വിരിച്ചിടാൻ ഇവിടെ കൊണ്ടുപോകുന്നു എന്നോർത്തിട്ട് പുറത്തിറങ്ങിയതാണ്. അപ്പം വീഡിയോ എടുത്തുകൊണ്ടിരുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സംഭവം കാണിച്ചത്. പിന്നെ അതിൻ്റെ പുറകെ കുറേ സമയം പോയി. ഞാൻ കാർക്കുകൊണ്ട് ഞാൻ അച്ഛനെ വിളിക്കുന്നത്. അപ്പോഴത്തേക്കും
അച്ഛൻ ഇങ്ങനെ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അച്ഛൻ എങ്ങനെ ഫോൺ എങ്ങനെയോ ഓണായി, കോളായി. പക്ഷേ എന്നിട്ട് അച്ഛൻ അത് കട്ട് ചെയ്തു. അപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ദേഷ്യ സങ്കടമായി. എന്നിട്ട് പിന്നെ ഞാൻ അച്ഛനെ വിളിച്ചു. അന്നേരം അച്ഛൻ ഫോൺ എടുത്തപ്പോൾ ഞാൻ എന്നിട്ട് കരനോട് പറഞ്ഞു, ഫോൺ എടുത്ത് ഇങ്ങനെ സംസാരിക്കത്തില്ല, ഇന്നത്തിനെ കട്ട് ചെയ്യണമെന്ന് ചോദിച്ചു. ഞാൻ ദേഷ്യപ്പെട്ടു കേട്ടോ. പക്ഷേ കാര്യം അറിയത്തില്ല ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ പേടിച്ചു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോളാം എന്ന് ഞാൻ പറഞ്ഞു. കാരണം തൊട്ടടുത്താണ് ഹോസ്പിറ്റൽ. നമുക്ക് അങ്ങോട്ട് ഇറങ്ങിയാൽ ഒരു ഓട്ടോ വിളിച്ചിട്ടാണെങ്കിലും പോകാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പം അതിനുള്ള ഒരു ധൈര്യമൊക്കെ ഞാൻ സംഭരിച്ചെടുത്തു എന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് അതല്ല, നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ സിറ്റുവേഷൻ നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ എൻ്റെ അവസ്ഥ, ഞാൻ ഫേസ് ചെയ്യുന്ന അവസ്ഥ എന്താണെന്ന് അച്ഛയ്ക്ക് അറിയില്ല, അതാണ്. അപ്പോൾ ഈ കമൻ്റ് ഇടുന്ന ആൾക്കാർ അവരുടെ സാഹചര്യങ്ങളും അവരുമായി ബന്ധപ്പെട്ട ആളുകളുടെ കാര്യങ്ങളും മാത്രമേ അവർക്ക് അറിയുള്ളൂ. എവിടെയോ കിടക്കുന്ന നമ്മുടെ അവസ്ഥകളും സിറ്റുവേഷൻസും ഈ കമൻറ്റ് ചെയ്യുന്ന ആൾക്കറിയില്ല. അതുകൊണ്ട് ആരെയും ഹേർട്ട് ചെയ്യാത്ത രീതിയിലുള്ള കമൻസുകളൊക്കെ ചെയ്യുക. അതൊക്കെയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ പറയാനായിട്ട്. ഞാൻ തുണി വിരിച്ചിട്ട് അതിൻ്റെ അകത്ത് കയറി കിടക്കുന്നുണ്ട്. ഇവിടെ എല്ലാം ബെഡ്ഷീറ്റൊക്കെ ഞാൻ വിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഇനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് നമ്മൾ കാവലിരിക്കണം. മഴ പെയ്യാതെ ഇതിന് കാവലിരിക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. ചെയ്തിട്ടുണ്ടെങ്കിൽ മുറ്റം നനഞ്ഞു പോകും. ഒരുവിധം ചെറിയതായ നനവുകളൊക്കെയുള്ള തുണികളാണ് കേട്ടോ. പക്ഷേ എല്ലാവരും പറയും പൊട്ടത്തരമാണ് കാണിക്കുന്നതെന്ന്. പക്ഷേ ഇച്ചിരി ഒരു വെയിൽ വെട്ടമൊക്കെ കാണുമ്പോൾ എനിക്ക് തുണി ഇടാതിരിക്കാനായിട്ട് തോന്നത്തില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ വലിച്ചു വാരി ഇടുന്നതാണ്. പക്ഷേ ഇതിൻ്റെ ഭവിഷ്യത്തും ഞാൻ തന്നെ അനുഭവിക്കണം, അതാണ് പ്രശ്നം. തലമുടിയിലൊന്നും എണ്ണ എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലല്ലോ. തുണി വിരിച്ചിട്ട് കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ അകത്ത് കയറി കിടക്കും കേട്ടോ. വാ, എനിക്ക് വാ. പാട്, കാക്ക കാക്ക പാടും. ചവിട്ടി അപ്പാപ്പ എന്നാ ചെയ്തു? മൂക്കിലിട്ടോ? അവിടെ ഞാനുണ്ട്. ഐ ലവ് യു കാണിച്ചേ. അപ്പാപ്പ എവിടെയായിട്ട്? ആ, കാക്ക കൊണ്ടുപോയാൽ മതി. അപ്പാപ്പ എവിടെയായിട്ട്? മൂക്കിലോ? എന്തിയാ കാണിച്ചേ? ആ, അതിനകത്താ കറക്റ്റാ. ഇറങ്ങി പോയോ? എവിടെ പോയേ? അമ്മ എന്നെ കാണിച്ചേ? ഊതിയോ? അമ്മ ഊതിപ്പോ പോയോ? എന്തിനാ ഇതെല്ലാം എടുത്തിരുന്ന മൂക്കില്? ഒരു വെറൈറ്റി അല്ലേ അല്ലേ? അങ്ങനെ ഇരിക്കുമ്പോ തോന്നല് ചെവിക്കാത്തൊരു ഉലുവ വീട്ടില്ല കേട്ടോ. എന്നിട്ട് അപ്പാപ്പ ഇട്ടിട്ടൊന്നും ഇവിടെയൊക്കെ ഉണ്ടോ? അതിന്റെ ചേച്ചിയൊക്കെ ഉണ്ടതെല്ലാം അറിയത്തില്ല. ഇതൊക്കെ ചെവിക്കകത്തും മൂക്കിനകത്തും ഒക്കെ ഇരിപ്പുണ്ടോ? പിന്നെ അതാ ഇവിടുന്ന് മരമായിട്ട് കിളുത്ത് വരുവോ അല്ലേ ആവട്ടാ? കേട്ടോ. അപ്പോൾ ആ ഊട്ടി ചെയ്ത കുരുത്തക്കേട് നിങ്ങൾ കണ്ടല്ലോ. നിങ്ങൾ കണ്ടില്ല എങ്കിലും വീഡിയോ എടുത്തുകൊണ്ടിരുന്ന സമയത്തായതുകൊണ്ട് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയേ ഉള്ളൂ. ഞാൻ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ കുറച്ച് പാനിക്കായി. ഞാൻ പെട്ടെന്ന് അവളെ എടുത്ത് ഞാൻ താഴെ ഇറങ്ങിയിട്ടോ. ഞാൻ ആ സ്വെറ്ററൊക്കെ ഇട്ടുകൊണ്ടിരുന്ന ഒരു സമയത്താണ്. ഞാൻ മുടി പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അങ്ങനെ ഇറങ്ങി. ഹോസ്പിറ്റൽ അടുത്തായതുകൊണ്ട് ഒരു
5 മിനിറ്റ് മതി ഹോസ്പിറ്റലിൽ എത്താനായിട്ട്. പക്ഷേ ആ ഒരു സമയം നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അച്ഛൻ വരാൻ ഒത്തിരി സമയമെടുക്കും. അതുമല്ല അവിടുന്ന് വണ്ടിക്കൊക്കെ ഇത്രയും ടെൻഷൻ അടിച്ച് ഓടി വന്ന് അത് വേറെന്തെങ്കിലും അപകടമായാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അവളെയും കൊണ്ട് താഴെ ഇറങ്ങി റോഡിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേക്കും ആൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നു, ചിരിക്കുന്നു, സംസാരിക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഓക്കെ ഇപ്പോൾ കുഴപ്പമില്ല എന്ന് തോന്നി കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്ന ഒരു കാര്യം വേണ്ടാന്ന് വെച്ചത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അച്ഛൻ വന്നു. അപ്പോൾ അച്ഛൻ വന്നപ്പോൾ അവൾ സംഭവിച്ച കാര്യങ്ങളൊക്കെ അവളുടേതായിട്ടുള്ള രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു മുക്കി കയറിയിട്ട് അത് പോയിട്ടുണ്ടാവും, അന്നേരം തന്നെ പോയി കാണും, അതായിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതായാലും സ്റ്റിൽ അവൾക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ എൻ്റെ ഒരു അറിവ് നിങ്ങളോട് പറഞ്ഞു എന്നേ ഉള്ളൂ. അത് എത്രത്തോളം ശരിയാണെന്നൊന്നും എനിക്കറിയില്ല. അപ്പം ഞാൻ ചെയ്തതും എനിക്കൊരു റിസൾട്ട് കിട്ടിയതുമായിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ഇതുപോലെ ഈ കുഞ്ഞു കുട്ടികളുള്ള പേരൻസിന് അല്ലെങ്കിൽ ആർക്കും ആയിക്കോട്ടെ, ഇപ്പം സ്കൂളിലുള്ള നമ്മുടെ ടീച്ചേഴ്സിനാണെങ്കിലും കുഞ്ഞു പിള്ളേരൊക്കെ ഇങ്ങനത്തെ വികൃതികൾ കാണിക്കാം. കാരണം അവർക്കത് എന്താണ് ചെയ്യുന്നതെന്നോ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്താ വരാൻ പോണേന്നോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവർക്കറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഉപകാരപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതിനകത്ത് ചിലപ്പോൾ പോരായ്മകൾ കാണും ഞാൻ പറഞ്ഞതിനകത്ത്. കാരണം ഞാനൊരു ഡോക്ടറല്ല, പ്രൊഫഷണലി ഞാനിങ്ങനെ പറയാനായിട്ട് എനിക്കറിയില്ല. അപ്പം ഞാൻ ആ ഒരു വീഡിയോയിൽ കണ്ടതും ഞാൻ ചെയ്തതുമായിട്ടുള്ള കാര്യമാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഒരാൾക്കെങ്കിലും ഉപകാരം ആവുന്നെങ്കിലാവട്ടെ, നല്ലൊരു കാര്യമാണ്. കാരണം നമ്മൾ പാരൻസ് എന്ന് പറയുമ്പം ആ ഒരു ടൈമിൽ ഭയങ്കരമായിട്ട് പാനിക്കായി പോകും. കാരണം നമ്മുടെ കുഞ്ഞിൻ്റെ ഒരു ജീവൻ എന്ന് പറയുന്നത് അത് എന്താണെന്നുള്ളൊരു ചിന്തയിൽ അവരിങ്ങനെ വെപ്രാളം കാണിക്കുമ്പം നമ്മൾ അതിനേക്കാളും കൂടുതൽ പാനിക്കായി പോകും. അതിന് തൊണ്ടയിൽ ഭക്ഷണമൊക്കെ കുരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാമല്ലോ അങ്ങനെ പിള്ളേർ. അപ്പോൾ അതുകൊണ്ട് മാത്രം ഞാനത് ഷെയർ ചെയ്തതാണ്. പിന്നെ ഇപ്പോൾ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് അവൾ വീണ്ടും ആ ഒരു ഇൻസിഡൻറ്റ് കാണിച്ചത് കൊണ്ടും ആണ് പിന്നെ ഇത് വന്ന് പറഞ്ഞത് കേട്ടോ. അതിപ്പോൾ ആരും എന്നെ കുറ്റപ്പെടുത്താൻ വരരുത്, അറിയില്ലാത്ത കാര്യം പറയരുതെന്ന് പറഞ്ഞിട്ട്. അപ്പം എനിക്ക് തോന്നിയതും ശരിയെന്ന് തോന്നിയതുമായിട്ടുള്ള കാര്യമാണ് എനിക്ക് തോന്നിയ കാര്യം കേട്ടോ. അത് മറ്റുള്ളവർക്ക് ശരിയാവണം എന്നില്ല. നിങ്ങൾ കേട്ടറിവുകൾ ഇങ്ങനെ ആയിരിക്കണമെന്നുമില്ല. എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒരാൾക്കെങ്കിലും അതുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ആ ഒരു കമൻറ്റ് വന്നതിൻ്റെ പിന്നാലെയാണ് ഞാൻ ഈ വീഡിയോ എടുത്തു തുടങ്ങിയത്. പക്ഷെ അതൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോയി, അതൊക്കെ ഞാൻ വിട്ടു. അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ ഒരു വീഡിയോ. അവൾ സുഖമായിട്ട് ഉറങ്ങുകയാണ്, കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു വീഡിയോ. അപ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. അതുപോലെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ.